അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 31 മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. പരാശര ഉവാച ശൃണു സുന്ദരി പുത്രസ്തേ വിഷ്ണുംശ സംഭവശുചി ഭവിഷ്യതി ച വിഖ്യാതസ്ത്രൈലോക്യേ വരവർണിനി കേനചിൽ കാരണേനാഹം ജാത കാമാതുരസ്ത്വയി കദാപി ച ന സമ്മോഹോ ഭൂതപൂർവോ വരാനനെ ദൃഷ്ട്വാ ചാപ്സരസാം രൂപം സദാഹം ധൈര്യമാവഹം ദൈവയോഗേന വീക്ഷ്യ ത്വാം കാമസ്യ വശഗോഭവം തൽക്കിഞ്ചിൽ കാരണം വിദ്ധി ദൈവം ഹി ദുരതിക്രമം ദൃഷ്ട്വാഹം ചാതി ദുർഗന്ധാം ത്വാം കഥം മോഹമാപ്നുയാം പുരാണകർത്താ പുത്രസ്തേ ഭവിഷ്യതി വരാനനെ വേദവിദ്ഭാഗകർത്താ ച ഖ്യാതശ്ച ഭുവനത്രയേ സൂത ഉവാച ഇത്യുക്ത്വാ താം വശം യാതാം ഭുക്ത്വാ സ മുനിസത്തമാ ജഗാമ തരസാ സ്നാത്വാ കാളിന്ദീ സലിലേ മുനി സാപി സത്യവതീ ജാതാ സദ്യോ ഗർഭവതീ സതി സുഷുവേ യമുനാദ്വീപേ പുത്രം കാമമിവാപരം ജാതമാത്രസ്തു തേജസ്വീ
താമുവാച സ്വമാതരം തപസ്യേവ മനഃകൃത്വാ വിവിശേ ചാതിവീര്യവാൻ ഗച്ഛ മാതർ യഥാ കാമം ഗച്ഛാമ്യഹമതഃ പരം തപഃ കർത്തും മഹാഭാഗേ ദർശയിഷ്യാമി വൈ സ്മൃതാ മാതർ യദാ ഭവേത് കാര്യം തവ കിഞ്ചിദനുത്തമം സ്മർത്തവ്യോഹം തദാ ശീഘ്രമാഗമിഷ്യാമി ഭാമിനി സ്വസ്തി തേസ്തു ഗമിഷ്യാമി ത്യക്ത്വാ ചിന്താം സുഖം വസ. ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് ഭാഷാഗാനമായി ആ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരാശരൻ പറഞ്ഞു, സുന്ദരി സംശയം വേണ്ട, നിനക്കുണ്ടാകുന്ന പൗത്രൻ, നിനക്കുണ്ടാകുന്ന പുത്രൻ സാക്ഷാൽ വിഷ്ണു തന്റെ അംശഭൂതനായിടും. നിന്റെ പുത്രൻ മൂവുലകിൽ വിഖ്യാതനായി തീരും നൂനം. നിന്നിൽ കാമമുണ്ടായതും ദൈവനിശ്ചയം. ഇത്തരത്തിൽ ഒരു മോഹം എനിക്കുണ്ടായിട്ടേയില്ല. അപ്സരസിൽ പോലും ധൈര്യം കൈവിട്ടിട്ടില്ല. നിന്നിൽ കാമമുണ്ടായതു നൂനം ദൈവനിയോഗം താൻ. അതീനു ഹേതുവുണ്ടാകും വിധിബലം താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മത്സ്യഗന്ധിയാകും നിന്നിൽ മോഹമെനിക്കുണ്ടാകുമോ? നിന്റെ മകൻ പുരാണത്തിൻ കർത്താവായിടും. വേദജ്ഞനും അതുപോലെ വേദത്തെ വിഭജിപ്പോനും. ത്രിലോകത്തിൽ അവനേറെ വിഖ്യാതനാകും. സൂതൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുവല്ലോ പരാശര മുനി താനും. ഈ വിധത്തിൽ അവളെയും അനുഭവിച്ചു. കാളിന്തിയിൽ സ്നാനം ചെയ്തു അദ്ദേഹമോ തിരിച്ചുപോയി. കാളിയാകും സതീരത്നം ഗർഭിണിയായി. കാമതുല്യം അഴകുള്ള പുത്രനെ പ്രസവിച്ചവൾ യമുന തൻ ദ്വീപിൽ വച്ചു യഥാസമയം. ജനിച്ചപ്പോൾ തന്നെ അവൻ അതീവ തേജസ്വിയായി വളർന്നല്ലോ യഥാകാലം
അമ്മയോടൊപ്പം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തപസ്സിലായി മനമുനി വളർന്നു വീര്യവാനുമായി ഒരു ദിനം അമ്മയോടു ഏവം പറഞ്ഞു. അമ്മേ ദേവി ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുക മടിയാതെ, അധികം വൈകാതെ ഞാനും പോകും നിർണയം. തപം ചെയ്യാനായിട്ടാണു എന്റെ യാത്ര, അമ്മക്കെന്നെ ആവശ്യമുള്ളപ്പോൾ സ്മരിച്ചിടിൽ ഞാനെത്താം. സ്മരിക്കുന്ന നിമിഷത്തിൽ ഞാനോ മുന്നിലെത്തിച്ചേരാം. എന്നെ ചിന്തിക്കുക വേണ്ട, സുഖിച്ചു വാഴൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായേ, അമ്മേ ലക്ഷ്മി മഹാമായേ, അമ്മേ ഭദ്രേ മഹാമായേ, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം, ശ്രീ വ്യാസസാരസ്വതം. ദേവീ വാഴുകയന്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി ചേരട്ടെ എൻ ജന്മവും. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 113-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭാഗവത യാത്രയിൽ പലപ്പോഴും പല പല തിരക്കുകളിൽപ്പെട്ട് സമയം വൈകുന്നു. അത് സദയം ഭക്തജനങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ സർപ്പപ്രീതിക്ക് പ്രസിദ്ധമായിട്ടുള്ള മാളയ്ക്കടുത്തുള്ള വടമയിൽ നാരായണീയം 5 ദിവസങ്ങളിലായി അത് അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കിനിടയിൽ നിന്ന് ഉള്ള സമയം വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ച് വൈകി എന്നറിയാം, എങ്കിലും എല്ലാവർക്കുമായിട്ട് ഇത് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. അതേ പാരായണവും ഭാഷാഗാനവും ഒക്കെ നമ്മൾ കേട്ടു. ദ്വിതീയ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ വരി ഇന്നലെ അനുസ്മരിച്ചു. 2-ാമത്തെ വരി പരാശരൻ്റെ വാക്കുകളായിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ശൃണു സുന്ദരി പുത്രസ്തേ വിഷ്ണുവംശ സംഭവശ്യുചി. അവിടെ സത്യവതി, മത്സ്യഗന്ധിയായ സത്യവതിയെ കസ്തൂരി ഗന്ധമുള്ളവളാക്കി മാറ്റി. അപ്പോൾ സത്യവതി പറഞ്ഞു, എൻ്റെ ഈ ഗന്ധം ഒരിക്കലും നഷ്ടപ്പെടരുത്, എൻ്റെ യൗവനം എന്നും നിലനിൽക്കണം, പുതിയതായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പരാശരൻ പറഞ്ഞു, സുന്ദരി കേട്ടോളൂ, നിനക്ക് ഉണ്ടാകാൻ പോകുന്ന പുത്രൻ വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനാവും, ഏറ്റവും ശുദ്ധനായിട്ട് തീരും. ഭവിഷ്യതിച്ച വിഖ്യാത ത്രൈലോക്യേ വരവർണിനി. ഹേ സുന്ദരി, ഈ പുത്രൻ 3 ലോകങ്ങളിലും വിഖ്യാതനായിട്ട് തീരും എന്ന് മാത്രമല്ല,
ഇവിടെ നിന്നിൽ എനിക്ക് കാമം തോന്നിയത് എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണ്. കേനജിൽ കാരണേനാഹം ജാത കാമാതുരസ്ത്വയി. കാരണം കഥാപിച്ചെന്ന സമ്മോഹോ ഭൂതപൂർവോ വരാനനെ, സുന്ദരി സുമുഖി വരാനനെ വിളിക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു മോഹം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. മുമ്പൊരിക്കലും തോന്നാത്ത ഒരു ആഗ്രഹമാണ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ദൃഷ്ട്വാച അപ്സരസാം രൂപം, സുന്ദരികളാണ് അപ്സര സ്ത്രീകൾ. അവരെ കണ്ടിട്ട് പോലും എൻ്റെ ധൈര്യം കൈവിട്ടു പോയിട്ടില്ല. എനിക്കിങ്ങനെ ഒരു തോന്നൽ അവരുടെ അടുത്ത് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവയോഗേന, ഈശ്വരനിശ്ചയം, അതുകൊണ്ട് വീക്ഷ്യത്വാം കാമസ്യ വശഗോഭവം, ഞാൻ കാമവിവശനായി നിന്നെ കണ്ടപ്പോൾ. തത്കിഞ്ചിൽ കാരണം വിദ്ധി ദൈവം ഹി ദുരിതക്രമം. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം വിധിയെ മറികടക്കാൻ, ഈശ്വര സങ്കല്പത്തെ മറികടക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. സത്യത്തിൽ ആലോചിച്ചു നോക്കൂ. ദൃഷ്ട്വാഹം ചാതി ദുർഗന്ധാം ത്വാം കഥം മോഹമാപ്നുയാം. അങ്ങനെ ഈശ്വര സങ്കല്പമല്ലെങ്കിൽ ദുർഗന്ധമുള്ള ആ ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് വരുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാവണം. ഒരു മത്സ്യത്തിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിദുർഗന്ധം വമിക്കുന്ന നിന്നെ കണ്ടിട്ട് വാരിപ്പുണരാനും നിന്നെ ആ കാമഭോഗങ്ങൾ നിന്നിലൂടെ അനുഭവിക്കാനും ഞാൻ മോഹിച്ചുവെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ മോഹം ഉണ്ടാവുന്നത്? അപ്പോ പുരാണകർത്ത പുത്രസ്തേ ഭവിഷ്യതി വരാനനെ, നിന്റെ മകൻ പുരാണകർത്താവായിട്ട് തീരും. അതേപോലെ ഭാഗകർത്താച ഖ്യാതശ്ച ഭുവനത്രയെ, വേദജ്ഞനായും അതേപോലെ വേദത്തെ വിന്യസിക്കുന്നവനായും വേദവിഭക്താവായും 3 ലോകങ്ങളിലും നിന്റെ മകൻ അറിയപ്പെടും, യാതൊരു സംശയവുമില്ല. സൂതൻ പറയുകയാണ്, ഇത്യുക്ത്വാ താം വശം യാതാം ഭുക്ത്വാസ മുനി സത്തമാ. ഇങ്ങനെ പറഞ്ഞ് വശത്താക്കി തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ മുനിശ്രേഷ്ഠൻ മുനിസത്തമൻ അവളെ അനുഭവിച്ചു. ഭുക്ത്വ, അവളെ അനുഭവിച്ചു. ജഗാമ തരസ, അത് കഴിഞ്ഞിട്ടോ അദ്ദേഹം സ്നാത്വാ കാളിന്തി സലിലെ മുനി, കാളിന്തി നദിയിൽ യമുനയിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചിട്ട് വേഗം ജഗാമ തരസ, വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. സാപി സത്യവതി, ആ സത്യവതിയോ ജാതാ സദ്യോ ഗർഭവതി സതി, സത്യവതി ഗർഭവതിയായി മാറി. ആ മുനിയിൽ നിന്ന് ഗർഭം ധരിച്ചു. മത്സ്യഗന്ധിയായിരിക്കുന്ന ആ മീൻഗന്ധമുള്ള ആ പെൺകുട്ടി സത്യവതി, അല്ലെങ്കിൽ കാളി, മത്സ്യഗന്ധി എന്നൊക്കെ അറിയപ്പെടുന്നവള്. പക്ഷേ ഇപ്പോൾ അവൾ കസ്തൂരി കൂടി ഇരിക്കുകയാണ്. മുനിയുമായിട്ടുള്ള ആ സംയോഗം, മുനിയുടെ അനുഗ്രഹം അവിടെ അവളെ കസ്തൂരീഗന്ധമുള്ളവളും ഗർഭിണിയുമാക്കി മാറ്റി. എന്നിട്ടോ സുഷുവേ യമുനാദ്വീപേ പുത്രം കാമമിവാപരം, മറ്റൊരു മന്മഥൻ എന്നതുപോലെ, കാമനെ പോലെ ആ അഴകുള്ള അതിസുന്ദരനായൊരു പുത്രന് ആ യമുനാദ്വീപിൽ വെച്ച് അവൾ ജന്മം കൊടുത്തു. ജാതമാത്രസ്തു തേജസ്വി, ജനിച്ചപ്പോൾ തന്നെ അതിതേജസ്വിയായിരുന്നു. അങ്ങനെ താമുവാച സ്വമാതരം, തൻ്റെ അമ്മയോട് ആ കുഞ്ഞ് അല്ലെങ്കിൽ വളർന്നു കുറച്ചെത്തിയപ്പോൾ പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് വളർന്നത്? തപസ്യേവ മനഃകൃത്വ, തപസ്സിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ് ഈ ഉണ്ണി. എന്നിട്ടോ വിവിശേ ചാതിവീര്യവാൻ, അതിവീര്യവാനായി തീർന്ന് ഗച്ഛമാതർ യഥാകാമം ഗച്ഛാമ്യഹമതപരം, അവിടെ അമ്മയോട് താമുവാച സ്വമാതരം, തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇഷ്ടമനുസരിച്ച് അമ്മ പൊക്കോളും, എങ്ങടാണെന്ന് വെച്ചാൽ ഞാനും അധികം വൈകാതെ ഇവിടുന്ന് പോവും. പിന്നെ എന്തിനാ ഞാൻ പോണത്? തപക്കർത്തും, തപസ് ചെയ്യാനാണ് ഞാൻ പോണത്. ഹേ മഹാഭാഗ്യേ, അമ്മയോട് പറയുകയാണ്, ദർശയിഷ്യാമി വൈസ്മൃത, അമ്മ എപ്പോഴാണോ എന്നെ കാണണം എന്ന് സ്മരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്,
മാതറിയതാ ഭവേത് കാര്യം തവ കിഞ്ചിതനുത്തമം. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മ ഒന്ന് സ്മരിച്ചോളൂ എന്നെ, ആ നിമിഷം ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് എത്താം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അമ്മ ഇപ്പം എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളൂ, അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ആ നിമിഷത്തിൽ ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. സ്മർത്തവ്യോഹം തഥാ ശീഘ്രമാഗമിഷ്യാമി ഭാമിനി. സ്മരിച്ചാലുടൻ, അമ്മ ആഗ്രഹിച്ചാലുടൻ, അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് എന്നെ ഓർത്തോളൂ. ശീഘ്രമാഗമിഷ്യാമി ഭാമിനി, ഞാൻ വളരെ വേഗം അമ്മയുടെ മുമ്പിലേക്ക് എത്തും. സ്വസ്തി തേസ്തു, അമ്മയ്ക്ക് മംഗളമുണ്ടാവട്ടെ, ശുഭമുണ്ടാവട്ടെ. ഗമിഷ്യാമി ത്യക്വാ ചിന്താം സുഖം വസാ. ഇവിടെ ഞാനിതാ പോവുകയാണ്. അഹം ഗമിഷ്യാമി, എന്നെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. മകൻ എവിടെ പോയി, അമ്മയുമായി വിട്ടുപോയില്ലോ, ഇങ്ങനെയൊന്നും അമ്മ വിചാരിക്കേണ്ട. അമ്മ സുഖമായിട്ട് ജീവിക്കൂ. ഒരിക്കലും എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയേ വേണ്ട. അമ്മ ആഗ്രഹിച്ചാൽ അമ്മയുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചേരും. ഒരു പുത്രൻ എന്നുള്ള രീതിയിൽ അമ്മയുടെ എന്താഗ്രഹത്തിനും ഞാൻ മുമ്പിലെത്തി അതിന് പരിഹാരം കാണുന്നതായിരിക്കും എന്ന് ആ ഉണ്ണി, ആ ദ്വൈപായനൻ, ദ്വീപിലുണ്ടായതുകൊണ്ട് ദ്വൈപായനൻ, കറുത്ത നിറമുള്ളവനായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് അറിയപ്പെടുന്ന വ്യാസൻ അവിടെ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന 40ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 41 മുതൽ അതിൻ്റെ സമർപ്പണ ശ്ലോകമായ 52ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്ത് നമുക്ക് ആ രംഗങ്ങളെ അനുസ്മരിക്കാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ,
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.